എൻ്റെ അച്ഛനും അമ്മയും ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ ഇളയ മകനായ ഞാൻ ഒരു ഇലയിൽ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് ചായ ഉണ്ടാക്കി, ഇതാ ചായ എന്ന് പറയും. കഷ്ടകാലം സ്വന്തം പുത്രൻ്റെ രൂപത്തിൽ വരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കാണിക്കുന്നത്. ചിറ്റാറ്റുകരയിൽ ടാറ്റക്കും ബിർളക്കും അംബാനിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അരിപ്പൂട്ട്. പക്ഷേ എനിക്ക് അരിപ്പൂട്ടില്ലാണ്ട് പറ്റില്ല. കുറേ കാലം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, നിന്നെ അന്ന് പറ്റിക്കായിരുന്നുള്ളൂ. ഈ 2 പുട്ട് 2ആക്കി ഒടിച്ചിട്ട് പീരയിലൊന്ന് മുക്കും. ഞാൻ നോക്കും, 2 സൈഡിൽ പീരുണ്ട്, ഇത് നീളമുള്ളയാന്ന് പറഞ്ഞത്. അങ്ങനെ കച്ചവടം നഷ്ടത്തിലായി. സ്വന്തം മോക്ക് ബ്രോക്കറില്ലാതെ ഒരു ചെറുക്കനായി എന്നല്ലാതെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു നഷ്ടത്തിലാണ് ഈ ചായക്കട കലാശിച്ചത്. നമസ്കാരം, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ കഥകളുമായിട്ട്. ഇന്ന് ഞാൻ പറയുന്നത് മാതാ, പിതാ, ഗുരു, ദൈവം, ഈ 3 പേരുമില്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവിതമില്ല എന്നാണ് സത്യം. ഞാനൊരു ദൈവവിശ്വാസിയൊന്നുമല്ല, പക്ഷേ ഈ 3 ദൈവങ്ങളിൽ ഞാൻ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. അവരെക്കുറിച്ചാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയുന്നത്. നമുക്ക് എൻ്റെ അച്ഛനിൽ നിന്ന് തുടങ്ങാം. എൻ്റെ അച്ഛൻ ചിറ്റാറ്റുകര കൂവപ്പറമ്പിൽ ഗംഗാധരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് അച്ചുക്കുട്ടി എന്നായിരുന്നു. ഈ അച്ചുക്കുട്ടി ഒരു മിസ്സിങ് പേഴ്സണാണ്. അച്ഛൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, അച്ഛൻ്റെ ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. ഈ ചെറുപ്പകാലത്ത് അച്ഛൻ പറഞ്ഞ ബീഹാറിലോ ഒറീസയിലോ എന്തോ ജോലിക്ക് പോയിട്ട് അവിടെ വെച്ച് മിസ്സായി. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും ഇവർക്കറിയില്ല. അന്നത്തെ കാലത്തെ എന്തോ ഒരു ഉദ്യോഗത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ആ മരിക്കുന്ന സമയം വരെ അച്ഛൻ്റെ കണ്ണിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അച്ഛൻ വരും. അപ്പോൾ ഞാൻ ചോദിക്കും, അങ്ങനെ ഇത് പറയുമ്പോൾ, അച്ഛൻ്റെ അച്ഛൻ ഇനി വരുമെന്ന് വിശ്വസിക്കൊണ്ടായിരിക്കുമ്പോൾ, ചിലപ്പോൾ വരുമായിരിക്കും, പറയാൻ പറ്റില്ല, ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതൊരു പ്രതീക്ഷയാണ്. ഒരു മകൻ അല്ലെങ്കിൽ മക്കൾ ഒരു അച്ഛനെ മരണം വരെ കാത്തിരിക്കുക എന്നുള്ളത്. മരണത്തിൻ്റെയിലും ഭീകരമാണ് മിസ്സിങ് എന്നുള്ളത് എൻ്റെ അച്ഛനിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ വടക്കേക്കരയിൽ അല്ലെ ഒരു ചെറിയ കയർ വ്യാപാരിയായിരുന്നു. ഇവിടെ പിരിക്കുന്ന, എൻ്റെ വീട്ടിൽ 3 കുടുംബം റാട്ട് പിരിക്കലുണ്ടായിരുന്നു. റാട്ട് എന്ന് പറയുമല്ലോ, കയർ പിരിക്കും. അത് പിരിപ്പിക്കുക, അതിൻ്റെ കയറെടുത്ത് കൊച്ചി കൊണ്ട് കൊടുക്കുക. കൊച്ചി കൊണ്ട് കൊടുക്കാനായിട്ട് ഞങ്ങൾക്കൊരു വള്ളം ഉണ്ടായിരുന്നു. ഈ വള്ളത്തിൽ കയറ്റി ഇത് കൊച്ചി കൊണ്ടുപോയി കൊച്ചിയിൽ കയറി വിറ്റതിന് ശേഷം പറവൂർ മാർക്കറ്റിലേക്ക് വേണ്ട സാമഗ്രികളെല്ലാം കൊണ്ടുവരിക. അന്ന് ലോറി സർവീസിലായിരുന്നു. അപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ കയറ്റി വിടും, വള്ളം കൊച്ചി പോകുന്നു, അവിടെ നിന്ന് പറവൂർക്കാർക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് ആ വള്ളം നേരെ പറവൂർ വന്ന് ഇറക്കുന്നു. ഇതായിരുന്നു വളരെ സുന്ദരമായിട്ട്, എൻ്റെ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ട് ജീവിച്ചു പോന്നിരുന്ന സമയമായിരുന്നു. അങ്ങനെ കൊച്ചിയിലെ കയറ് കച്ചവടവും ദീപാവലി സമയങ്ങൾ വരാൻ വളരെ കൊതിച്ചിരിക്കുമായിരുന്നു. കാരണം ദീപാവലിക്ക് അച്ഛൻ കൊച്ചിയിൽ നിന്ന് പോയി വരുമ്പോൾ ഒരുപാട് മധുരപലഹാരങ്ങൾ, ദീപാവലിക്ക് കൊച്ചിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കൊടുത്തു വിടുന്ന സേട്ടുമാർ കൊടുത്തു വിടുന്ന മധുരപലഹാരങ്ങൾ, ഗാറ്റിയ, മഞ്ഞ ജിലേബിയൊക്കെ ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് കൊച്ചിയിൽ നിന്ന്. അതിനെ കൊച്ചി പലഹാരം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ കൊച്ചിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ദീപാവലിയും വളരെ സമൃദ്ധമായിട്ട് കുടുംബം നടന്നു പോന്നിരുന്നൊരു സമയമായിരുന്നു എൻ്റെ ബാല്യകാലം. എൻ്റെ അച്ഛനും അമ്മയും ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ ഇളയ മകനായ ഞാൻ അവരുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ചായക്കട ഉണ്ടാക്കി കളിക്കുന്നു. ഒരു ഇലയിൽ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് ചായ ഉണ്ടാക്കി, ഇതാ ചായ എന്ന് പറയും. അങ്ങനെ ചായ കൊടുക്കുന്നു. അവരൊരു കടലാസ് കഷ്ണം കീറി എനിക്ക് തരുന്നു. പൈസ വാങ്ങുന്നു. തുടരെ ചായ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ
ഇതാണ് ഈ എന്താണ് കഷ്ടകാലം സ്വന്തം പുത്രൻ്റെ രൂപത്തിൽ വരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ വീണ്ടും ഞാൻ ചായ കൊണ്ട കൊടുക്കുന്നു. ആ അച്ഛൻ ആലോചിച്ചപ്പോൾ ഇവൻ ഈ ചായക്കടയൊക്കെ എടുത്താൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അച്ഛന് 2 ദിവസം കൊച്ചി പോയാൽ മതി. അപ്പോൾ 3 ദിവസം 5 ദിവസം ബാക്കിയുണ്ട്. അപ്പോൾ അമ്മയോട് ചെടി നമുക്കൊരു ഇവിടെ ഒരു ചായക്കട തുടങ്ങിയാൽ, വലിയ കുഴപ്പമില്ലാത്തൊരു ചായക്കട തുടങ്ങിയാൽ ഇവിടെ അങ്ങനെ വലിയ ചായക്കട ഒന്നുമില്ല. അങ്ങനെ കഷ്ടകാലം എങ്ങനെയും കൊണ്ടുപോകുമെന്ന് പറഞ്ഞവരെ അമ്മയും അതിന് സമ്മതിച്ചു. അങ്ങനെ ചിറ്റാറ്റുകരയിൽ ഒരു ചായക്കട തുടങ്ങി. മനസ്സിന് വളരെ സന്തോഷമായി. കാരണം എപ്പോഴും ചായക്കട ചെല്ലാം, അവിടെ ഉണ്ടമ്പരി എടുത്ത് തിന്നാം, പഴംപൊരി എടുത്ത് തിന്നാം, സുഗിനി എടുത്ത് തിന്നാം, പാലും വെള്ളം കുടിക്കാം. അപ്പോൾ ഞങ്ങൾക്കുള്ള ആകെ ഓർഡർ എന്ന് വെച്ചാൽ നീലേശ്വരം അമ്പലത്തിൽ പോയി കുളിച്ച് വന്നു നെറ്റിയിൽ കുറി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചായ കിട്ടുള്ളൂ അവിടെ നിന്ന്. അപ്പോൾ രാവിലെ എനിക്ക് നേരെ പോവാം, നീലേശ്വരം അമ്പലത്തിൽ പോവുക, കുളിക്കുക, ചന്ദനക്കുറി തൊട്ട ഇവിടെ ചായ കുടിക്കുക. ഇതേ ആനുകൂല്യം എൻ്റെ അച്ഛൻ്റെ അനിയനൊരാളുണ്ട്. അപ്പോൾ അനിയൻ്റെ മകൻ സുരേഷിനുണ്ട്, അവനും കഴിക്കാം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെ സുരേഷും ഞാനും വേറെ വേറെ കുളങ്ങളിലേക്കാണ് കുളിക്കുന്നത്. ഒരു ദിവസം സുരേഷ് മഞ്ഞത്ത് കുളിക്കാതെ വന്ന് ഫുഡ് അടിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ പിടിച്ചവനെ തല്ലുകയൊക്കെ ചെയ്തു. അങ്ങനെ രസകരമായ ഒരുപാട് സംഭവങ്ങളൊക്കെ അതിൻ്റെ പേരിലുണ്ട്. പക്ഷേ എനിക്കൊരു നിർബന്ധമുള്ളത് ഒരു കാര്യം പറയാൻ പോകുന്നത്, അന്ന് 3 തരം പുട്ടുകളാണ് ആ കടയിലുണ്ടായിരുന്നത്. കിഴങ്ങ് പൂട്ട്, കിഴങ്ങ് വെച്ചാൽ മരച്ചീനി പൂട്ട്, അതിന് ഞങ്ങൾ പറയുന്നത് പിച്ചള പൂട്ടെന്നാണ്. പിന്നെ ഗോതമ്പ് പൂട്ട്, അതിനെ പറഞ്ഞ് ചെമ്പ് പൂട്ടെന്നാണ്. പിന്നെ അരിപ്പൂട്ട്, വെള്ളപ്പൂട്ട്, വെള്ളിപ്പൂട്ട്, അങ്ങനെ 3 കാറ്റഗറിയിലാണ് പുട്ട് തന്നെ. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥ ഒന്നൊന്ന് ആലോചിക്കണം. സാധാരണക്കാരനായവർക്ക് കിഴങ്ങ് പൂട്ട്, മരച്ചീനി പൂട്ട്, അതിലും കുറച്ചും കൂടി മെച്ചപ്പെട്ടൊരു ഗോതമ്പ് പൂട്ട്, അവിടുത്തെ ചിറ്റാറ്റുകരയിൽ ടാറ്റക്കും ബിർളക്കും അംബാനിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ അരിപ്പൂട്ട്. അരിപ്പൂട്ട് അങ്ങനെ എല്ലാവരും കഴിക്കാറുമില്ല. കാരണം അതിന് പൈസ നല്ല പൈസ വരും. അന്ന് അരിക്കൊക്കെ വലിയ വിലയാണ്. പക്ഷേ എനിക്ക് അരിപ്പൂട്ടില്ലാണ്ട് പറ്റില്ല. ഗോതമ്പ് കഴിച്ചാൽ ഞാൻ ഛർദ്ദിക്കും. അന്ന് ഓരോരോ ബാലചാബല്യങ്ങൾ. അങ്ങനെ എനിക്കൊരു കഷ്ണം പൂട്ട് പറ്റില്ല, 2 കഷ്ണം പൂട്ട് വേണം. അങ്ങനെ എന്നേക്കാൾ ബുദ്ധിമതിയായ എൻ്റെ അമ്മ എനിക്ക് ചായ തരുമ്പോൾ ഈ 1 കഷ്ണം പുട്ട് ഒടിച്ചിട്ട് 2ആക്കി വെക്കും. അമ്മയേക്കാൾ കാഞ്ഞ ബുദ്ധിയുള്ള ഞാനത് കണ്ടുപിടിക്കും. കാരണം ഞാൻ പുട്ട് തിരിച്ചു നോക്കിയപ്പോൾ ഒരു സൈഡിൽ പീരയില്ല, ഓരോ പൂട്ടിൻ്റെയും ഒരു സൈഡിൽ പീരയില്ല. അങ്ങനെ ഞാൻ പിന്നെ ചീത്തയുടെ ബഹളമാണ്, ഒച്ചപ്പാടും ബഹളമായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 2 കഷ്ണം പൂട്ട് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ വളരെ ഹാപ്പിയാണ്. 2 കഷ്ണം പൂട്ട്, അരിപ്പൂട്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിറ്റാറ്റുകര അംബാനിമാർ കഴിക്കണ ഫുഡാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണം. മറ്റൊന്ന് കഴിക്കാൻ പറ്റാത്തതാണല്ലേ, വേറെ നിർബന്ധമൊന്നുമില്ല. ഗോതമ്പ് കഴിച്ചാൽ ഛർദ്ദിക്കാൻ പറ്റിയിട്ട് അത് വീട്ടുകാർക്ക് അറിയാം. പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, നിന്നെ അന്ന് പറ്റിക്കായിരുന്നുള്ളൂ. കാരണം ഈ 2 പുട്ട് 2ആക്കി ഒടിച്ചിട്ട് പീരയിലൊന്ന് മുക്കും. പീരയിൽ മുക്കി കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ 2 സൈഡിൽ പീരുണ്ട്. ഇത് നീളമുള്ള ഞാൻ നോക്കണത്. 2 പൂട്ടിൻ്റെ അപ്പുറവും ഇപ്പുറവും പീര ഉണ്ടോയെന്നാണ് നോക്കണം. അങ്ങനെ ആദ്യമായിട്ട് പൂട്ടിൽ പീര വെച്ചാണ് എൻ്റെ അമ്മ എന്നെ പറ്റിച്ചത്. അങ്ങനെ കട അങ്ങനെ മെല്ലെ മെല്ലെ പോകാൻ തുടങ്ങി. ഏകദേശം 10-15 കിലോൻ്റെ അരി. അന്ന് ഇതൊന്നുമില്ല, മോട്ടോർ സംവിധാനങ്ങളൊന്നുമില്ല. കൈക്കിടിച്ചിട്ട് പൊടിയാക്കണം. അപ്പോൾ എൻ്റെ വീട്ടിൽ 3 പെങ്ങാമാരുണ്ട് എനിക്ക്. ഈ 3 പെങ്ങാമാരുടെ പണിയാണ് ഇത് ഒലക്കൊക്കെ ഇടിച്ച് പൊടിക്കാന്നുള്ളൂ. ആ പാവങ്ങളുടെ നാട്ടു തുറങ്ങിക്കുകയാണ്. ഇത് 15 കിലോ അരിയൊക്കെ പൊടിക്കാന്ന് വെച്ചാൽ ഇന്നത്തെ ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ 15 കിലോ അരി പൊടിയാക്കി അത് കൊണ്ടുപോയി വെളുപ്പിനെ എനിക്ക് വളരെ കഷ്ടപ്പാടാണ്. ഒരു ചായക്കടത്ത് ചില്ലറ ഇതൊന്നുമല്ല. ചായ കച്ചവടത്തിന് നല്ല കച്ചവടം. ഒരു പണിക്കാരനെ വെച്ചു, അത്രയും കച്ചവടമുണ്ട്. ഒരു പണിക്കാരനുണ്ട്. അങ്ങനെ കുറേ കാലം കഴിയുന്ന ഒരു കടയിൽ സൂക്ഷിച്ച് വരാൻ തുടങ്ങി. കച്ചവടമുണ്ട്, കടമാണ് പോകുന്നത്. അപ്പോൾ ചിറ്റാറ്റുകരയിൽ ഒരു ബുക്കുണ്ട്, ഗിന്നസ് ബുക്ക് എന്നാണ് അതിൻ്റെ പേര് ഞങ്ങളിട്ടേക്കണത്. പറ്റി ബുക്കാണ്. ഈ പറ്റി ബുക്കിന് ഗിന്നസ് ബുക്ക് എന്ന പേരെങ്ങനെ വന്നു വെച്ചാൽ
ഈ ഗിന്നസ് ബുക്ക് റെക്കോർഡ് ആരും തകർക്കാറില്ല. അതുപോലെ തന്നെയാണ് ഈ പറ്റ് ബുക്കുകളിലും അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആർക്കും വലിയ താല്പര്യമില്ല. പറ്റിയത് തന്നെ, പിന്നെ കിട്ടിയാൽ കിട്ടി എന്ന നിലയിലായി. അങ്ങനെ ചായക്കട നഷ്ടത്തിലായപ്പോൾ ഒരു ചേട്ടൻ വന്ന് അത് നിർത്താനുള്ള ഒരു ആലോചനയിലായി. കാരണം ഇങ്ങനെ വെറുതെ ആൾക്കാർ തിരിച്ചിട്ടുള്ള കാര്യം എന്നുള്ളത്. അത് മാത്രമല്ല, നിർത്താനുണ്ടായ കാരണം എൻ്റെ സഹോദരി ആ ചായക്കടയിലെ ജോലിക്കാരനായിട്ട് പ്രണയത്തിലായി. അവരെ കല്യാണം കഴിപ്പിച്ച് അയച്ചു. അങ്ങനെ കച്ചവടം നഷ്ടത്തിലായി. സ്വന്തം മോക്ക് ബ്രോക്കറില്ലാതെ ഒരു ചെറുക്കനായി എന്നല്ലാതെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു നഷ്ടത്തിലാണ് ഈ ചായക്കട കലാശിച്ചത്. അതാണ് ഇളയ മകൻ ഒരു കുട്ടിക്കളികളിലൂടെ കണ്ടകശനി ആ പാവപ്പെട്ട അച്ഛൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്.